ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിങ്ങനെ ഇരുന്നപ്പോൾ ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ ഹെയർ കെയറിൻ്റെ വീഡിയോയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റാവുന്നതിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഓരോ ഹെയർ കെയർ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഷോർട്ട് വീഡിയോ ഓരോ ദിവസം ഇട്ടു കേട്ടോ. അപ്പോൾ ഞാൻ മിനിഞ്ഞാന്നാണ് ഇടാൻ തുടങ്ങിയത്. ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നും അതേ കാരണം ഞാൻ എപ്പോൾ സീരിയസ് ആയിട്ട് ചെയ്യണം, മുടങ്ങാണ്ട് ചെയ്യണം വിചാരിക്കണം, അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും കേട്ടോ, എന്തെങ്കിലുമൊക്കെ മുടക്കങ്ങളുണ്ടാവും. ഇപ്പോൾ പറഞ്ഞ കുഞ്ഞിന് 2 ദിവസമായിട്ട് നല്ല പനിയായിരുന്നു കേട്ടോ. വല്ലാണ്ട് നമ്മൾ ടെൻഷനായി പറയില്ലേ. അവൾക്ക് പലതവണ നിവുന് പനി വന്നിട്ടുണ്ടെങ്കിലും എന്താ പറയുക, ഇങ്ങനെ ഇത്ര ചുട്ടുപൊള്ളണ പോലെ അല്ലെങ്കിൽ 100, 103 വരെയൊന്നും പനി വന്നിട്ടില്ല കേട്ടോ. ഇത് മരുന്ന് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കൊടുത്തു, നനച്ചു തുടച്ചു, എന്നിട്ട് ഒരു കുറവും നിവുന് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വല്ലാണ്ട് പേടിച്ച് പോയിട്ട് എന്താണെന്ന് ഓർത്തിട്ട് ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, നോർമൽ വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നാലും നമുക്ക് പിന്നെയും ടെൻഷനായിട്ട് അടുത്ത ദിവസം പിന്നെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മരുന്ന് തന്നപ്പോഴേക്കും വേഗം കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കണം. അപ്പോൾ അത് കുഞ്ഞിൻ്റെ പറയുന്നത് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വന്നു പറഞ്ഞാൽ നമുക്കത് പറ്റില്ല. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറ്റില്ല. കാരണം വാക്സിൻ എടുക്കുമ്പോൾ പനി വരുമെന്നല്ലാണ്ട് അവൾക്ക് അങ്ങനെ അത്ര ഇതായിട്ടുള്ളൊരു പനിയും കാര്യങ്ങളും തന്നെ കൂട്ടത്തിലല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വല്ലാണ്ടൊന്ന് ടെൻഷനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെ ഞാൻ എൻ്റെ ഒന്ന് സെറ്റായി വരുന്ന ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്ന അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവട്ടെ. അതുപോലെ ഞാൻ PSൻ്റെ ഇതൊക്കെ ഒന്ന് പഠിക്കാൻ സ്റ്റാർട്ടാക്കി, എങ്ങനെയെങ്കിലും പഠിക്കണം ഇതാക്കണം എന്നൊക്കെ വിചാരിച്ച് വരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയായി. ഇവിടെ ഇരുന്ന് പഠിക്കാൻ വെച്ചാൽ ബുക്കും കാര്യങ്ങളും ഇല്ലാണ്ടായി. അങ്ങനെ ഓരോന്നിനും ഇതാണ്. എല്ലാത്തിനും തടസ്സങ്ങളുണ്ടാകും. നമ്മൾ തടസ്സങ്ങളുണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പാടായിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വലിച്ച് നീട്ടി കുളവാക്കണില്ല. ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഹെയർ കെയറിൻ്റെ വീഡിയോക്ക് ഞാൻ എന്തായാലും ഷോർട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ എന്തായാലും വിചാരിച്ച ഒരു ലോങ് വീഡിയോ എടുക്കാം. ഇപ്പോൾ കുഞ്ഞിന് അത്യാവശ്യം പനിയൊക്കെ കുറവുണ്ട്, ആളെ കിടത്തി ഉറക്കിയിട്ടുണ്ട്. എത്ര നേരം ഉറങ്ങുമെന്ന് അറിയില്ല. എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ആഗ്രഹം കേട്ടോ, കുറേ മുടി വേണം. ചെറുപ്പത്തിലെപ്പോഴും തലവേദനയൊക്കെ വരുമ്പോൾ മുടി കട്ട് ചെയ്ത് കളയുമായിരുന്നു. അത് കഴിഞ്ഞൊരു പ്രായം വന്നപ്പോഴേക്കും ലെയർ കട്ട് ചെയ്യാൻ വ്യൂ കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വെട്ടി കളയും കേട്ടോ. അങ്ങനെ വളർത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു സ്റ്റേജ് വരുമ്പോഴേക്കും എനിക്ക് മുടി വെട്ടണം എന്നുള്ളൊരു തോന്നൽ വരും കേട്ടോ. അങ്ങനെ ഇരുന്ന സമയത്താണ് ഒരു 10ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ, 10ാം ക്ലാസ് കഴിഞ്ഞ് എക്സാമൊക്കെ കഴിഞ്ഞ സമയത്ത് അപ്പം ഞാൻ ലെയർ മുടി വെട്ടി വെച്ചിരിക്കണേ. അപ്പോൾ ഞങ്ങൾ +1 +2 ഒരു കോളേജിലായിരുന്നു. അവിടെ പോയിക്കൊണ്ടിരുന്ന സമയത്തൊക്കെയാണ് മുടി കെട്ടണം, വളർത്തണം എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടായി കേട്ടോ. ചെറുപ്പം തൊട്ട് ഞാൻ മുടിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും, നല്ല കട്ട് ചെയ്ത് കളയുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഡെയിലി എൻ്റെ ഒരു കൂട്ടുകാരത്തി പറഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയൊരു കാര്യമാണ് കഞ്ഞിവെള്ളം. നമ്മൾ ചോറ് വേവിച്ച് വെച്ച കഞ്ഞിവെള്ളം ഇല്ലേ, ഇന്ന് വെച്ച വെള്ളമാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തല കഴുകുക, അല്ലെങ്കിൽ ഇന്നത്തെ വെള്ളം നാളെ എടുക്കുക. നമുക്ക് വേണ്ടത് മാത്രം കുറച്ചൊരു പാത്രത്തിലെടുത്ത് മാറ്റി വെക്കുക. ഉപ്പിടാണ്ട് വേവിച്ച കഞ്ഞീൻ്റെ വെള്ളം കേട്ടോ. പണ്ടൊക്കെ ഉപ്പൊക്കെ ഇട്ട് കഞ്ഞി വേവിക്കുമായിരുന്നല്ലോ. എല്ലാവരും ഇപ്പം അങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഞങ്ങളിപ്പോൾ ഉപ്പൊന്നും ഇടാറില്ല. അപ്പോൾ കഞ്ഞീൻ്റെ വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് അത് വെച്ച് തല കഴുകുക. അപ്പോൾ ആദ്യം അയ്യോ കഞ്ഞീൻ്റെ വെള്ളം യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ സ്മെല്ല് വരുമോ അങ്ങനെയൊക്കെ വിചാരിച്ചോട്ടെ. അങ്ങനെ ഒരു സ്മെല്ലും ഉണ്ടാവില്ല. അത്ര എഫക്റ്റായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നല്ല മുടിക്ക് റിസൾട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ എണ്ണയിടാനും കൂടി എനിക്ക് ഇഷ്ടമല്ല, കാരണം എൻ്റെ മുടി ഉള്ളില്ല, ചുങ്ങിപ്പോവും. പിന്നെ ലെയർ കട്ട് ചെയ്ത് അറിയാമല്ലോ, നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് തന്നെ ഒരു ഭംഗി മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീട് നമ്മൾ വീട്ടിൽ വന്ന് നമ്മൾ മുടി നനച്ച് കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയുക, നമ്മൾ മുടി നനച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സെറ്റപ്പ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഷാമ്പൂ ഒക്കെ ഇട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നടക്കണം കേട്ടോ. അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാർക്ക് തന്നെ ഞാനിങ്ങനെ ഡെയിലി ഞാൻ കഞ്ഞിൻ്റെ വെള്ളം ഒഴിക്കാൻ തുടങ്ങിയിട്ട് തലയിൽ ഡെയിലി. അപ്പോൾ രാവിലെ കോളേജിൽ പോണ സമയത്ത് അവിടെ ഡിഗ്രിയും +1 +2 സ്റ്റാർട്ടിങ്, പിന്നെ ഡിഗ്രിയും കൂടി ഉള്ളതായിരുന്നു. അവിടെ ഉണ്ടോ കോളേജ് എന്ന് പറയണത്. അപ്പോൾ അവിടെ പോണ സമയത്ത് നമ്മൾ മുടി ഇങ്ങനെ കെട്ടിയിട്ട് പോകണം. അപ്പോൾ എനിക്ക് നനഞ്ഞ മുടി കെട്ടിയിട്ട് പോകാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ തലേ ദിവസം രാത്രി തല കഴുകും. നമ്മൾ ആദ്യം തലയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കഞ്ഞീൻ്റെ വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം പിന്നെയും പച്ചവെള്ളം ഒഴിച്ച് കഴുകും. ഷാമ്പു വേറൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ തലയിൽ നല്ലോണം എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു കുറച്ച് നേരം 5-10 മിനിറ്റ് പൊക്കോളൂ. കൂടുതൽ നേരം വെച്ച് എനിക്ക് നീരിറക്കം ഉണ്ടാകും, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഷാമ്പിട്ട് കളയുകയും ചെയ്യും, തലയിൽ എണ്ണ വെക്കുകയില്ല കേട്ടോ. അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മുടി പെട്ടെന്ന് വളർന്നു. എനിക്ക് 2-3 വർഷം കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നീളത്തിൽ മുടി ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള ഈ ഒരു നീളത്തിലുള്ള മുടി അന്ന് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പെട്ടെന്നാണ് വളർന്നത്. അപ്പോൾ വേറെ ഒന്നിനും അങ്ങനെ മെനക്കെടും ഹെയർ പാക്ക് ഇടും നമുക്ക് നീരിറക്കം കാര്യങ്ങളുള്ളതുകൊണ്ട് അങ്ങനത്തെ ഒന്നും ഞാൻ പോകാറില്ല കേട്ടോ. ഞാൻ ഇതുപോലെ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴുകിക്കളയാം. ഇത് നമ്മൾ സാധാരണ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കളയാം, നല്ലതാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ ഡെയിലി രാത്രി തല നനച്ച് നമ്മൾ കഴുകി മുടി ഉണക്കിയിട്ട് കിടന്ന് ഉറങ്ങും കേട്ടോ. രാത്രി അതുകൊണ്ട് മുടി കെട്ടി വെച്ചിട്ടുള്ള ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് കല്യാണം കഴിഞ്ഞ് വേറെ സ്ഥലത്ത് പിന്നെ വെള്ളം ചേഞ്ചൊക്കെ ആവണ സമയത്ത്
നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യാണ്ടായിട്ടോ. കാരണം ഡെയിലി ഹെയർ വാഷ് ചെയ്യുമ്പോൾ നല്ലോണം കൊഴിയാൻ തുടങ്ങി. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞപ്പോൾ അതിൻ്റെതായ കുഴിച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം നിന്നൊക്കെ വരുന്നുണ്ട്. ഞാൻ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തേത് എന്ന് പറഞ്ഞാൽ മുടി എനിക്ക് നീളത്തിൽ വളർത്താൻ ഇടയിൽ എനിക്കൊരാഗ്രഹം കയറും, വെട്ടണം തോന്നും, ഞാൻ വെട്ടിക്കളയും കേട്ടോ. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. പിന്നെ കുഞ്ഞ് പിടിച്ച് മുടിയിൽ പിടിച്ച് വലിക്കും. പിന്നെ ഇങ്ങനെ കൊഴിഞ്ഞു പോണത് കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് അത് തന്നെ ആയിരിക്കും വിചാരം, മുടി കൊഴിഞ്ഞു പോകണു എന്നുള്ളൊരു വല്ലാത്തൊരു ഇതൊക്കെ വരും. അപ്പോൾ ശരി, കട്ട് ചെയ്ത് കളയാം. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യണ്ടല്ലോ, കുറച്ച് മുടിയുള്ളപ്പോൾ നമ്മൾ ഒരുപാട് മെയിൻറ്റെയിൻ ചെയ്യണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വെട്ടിക്കളയും കേട്ടോ. പിന്നീട് ആലോചിക്കും മുടി വെട്ടണ്ടായിരുന്നു എന്നുള്ള. എപ്പോൾ മുടി വെട്ടിയാലും 2 ദിവസം കഴിയുമ്പോൾ മുടി വെട്ടണ്ടായിരുന്നല്ലോ എന്നോർത്ത് വിചാരിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഏറ്റവും നല്ലൊരു സാധനമാണ് കേട്ടോ കഞ്ഞിവെള്ളം. അത് നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടാവാത്ത വെറുതെ നമ്മൾ ഒഴിച്ചു കളയുന്ന ഒരു സാധനമല്ലേ, അത് അത്രയും ഇതായിട്ട് എഫക്റ്റായിട്ടുള്ളതാണ്. പിന്നെ ഓരോരോ പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് നല്ല അടിപൊളിയായ ഒരു സാധനമാണ് കേട്ടോ. പിന്നെ അമ്മച്ചി പറഞ്ഞിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യം പറഞ്ഞാൽ, നമ്മൾ കറി വെക്കണ ചെറുപയറില്ലേ, അത് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മളത് കുതിർന്ന് കഴിയും. അപ്പോൾ തലേദിവസം ഇടണമെന്നില്ല, നമ്മൾ എപ്പോഴാണ് ഹെയർ ചെയ്യണത് അതിന് മുമ്പായിട്ട് ഇത്ര മണിക്കൂർ മുമ്പായിട്ട് ഇടുക. കുതിർന്ന് കിട്ടണമെന്നുള്ളൂ. കുതിർന്ന് കഴിഞ്ഞിട്ട് അത് നല്ലോണം അരച്ചിട്ട് മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളിങ്ങനെ കഴുകിക്കളയുമില്ല, ശരിക്കും നമ്മൾ ഷാമ്പു ചെയ്ത പോലെ തന്നെ ഇങ്ങനെ നല്ല കുറുകി ഇങ്ങനെ പോകട്ടെ. അത് അതിൻ്റെ മുടി നല്ല ഉള്ളുള്ള പോലെയൊക്കെ തോന്നിക്കും കേട്ടോ. അത് തലയ്ക്ക് തണുപ്പുമാണ്. അതൊരു അടിപൊളി സംഭവമാണ് കേട്ടോ. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം പറഞ്ഞാൽ താളി, ചെമ്പരത്തിൻ്റെ ഇല അതൊക്കെ ഇതാക്കും. വെളിച്ചെണ്ണ എപ്പോഴും ഞാൻ എണ്ണ കാച്ചുമെങ്കിലും ഞാനത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര നഷ്ടമാണ്. ഏറ്റവും നല്ലത് പറഞ്ഞാൽ നമ്മൾ നല്ല ആട്ടിയ വെളിച്ചെണ്ണ കിട്ടുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അതിൽ എണ്ണ കാച്ചണമെന്നൊന്നുമില്ല. ഇപ്പം നമ്മൾ എണ്ണ കാച്ചി തുടങ്ങിയാൽ നമുക്കതൊരു ശീലമായാൽ പിന്നീട് നമുക്ക് ആ ശീലം നിർത്താൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മൾ എണ്ണ കാച്ചി യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നല്ല ആട്ടിയ വെളിച്ചെണ്ണ തലയിൽ തേക്കുക, കഴുകിക്കളയുക. സ്ഥിരം തലയിൽ വെക്കാൻ ഒരു ഇച്ചിരിയൊക്കെ മുടി എണ്ണ വെക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ വെക്കുക. പിന്നെ നമ്മുടെ മുടീൻ്റെ തുമ്പത്തും ജസ്റ്റ് ഹെയറിൽ ഇങ്ങനെ ഫ്രീസ് ആയിട്ട് ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് 1-2 ഡ്രോപ്പ് എടുത്തിട്ട് വെറുതെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരിക്കലും എണ്ണ തേച്ച് വെക്കരുത്. ഇവിടെ എണ്ണ തേച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യില്ല. ഡെയിലി എണ്ണ തേച്ച് കുളിച്ച് അല്ലെങ്കിൽ ഹെയർ ഓയിൽ യൂസ് ചെയ്ത് മുടി വളർന്ന റിസൾട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ. പക്ഷെ എന്നെ പോലെ ഇതുപോലെയൊക്കെ എന്താ പറയുക, ഈ മുടി വളരണം എന്നാൽ ഒരുപാട് അതിന് വേണ്ടി ഇതാക്കാനും വയ്യ, സമയവുമില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള സാധനമായിരിക്കും. ഇനി ഹോസ്റ്റലിൽ അങ്ങനെ കാര്യങ്ങൾ നിൽക്കണവരാണ്, നമുക്ക് കഞ്ഞിയും ചോറൊക്കെ നമ്മൾ പുറത്തുനിന്നായിരിക്കും ഫുഡല്ല, അപ്പോൾ നമുക്ക് കഞ്ഞിവെള്ളമൊന്നും അന്വേഷിച്ച് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ച് നമ്മൾ അരി കുറച്ച് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് ആ അരിൻ്റെ വെള്ളമില്ല, അരി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുക, ഒരു ദിവസം വെക്കുക. അതിൻ്റെ വെള്ളം യൂസ് ചെയ്താലും നല്ലൊരു അടിപൊളി എഫക്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വലിച്ച് നീട്ടി കുളമാക്കി ചളമാക്കുന്നില്ല. അപ്പോൾ ഇനി ഇതുപോലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ. എല്ലാവരും സുഖമായിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി പ്രോപ്പറായിട്ട് വീഡിയോ ഇടാനൊക്കെ ശ്രമിക്കാം. ഇപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിലാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാകും ഞങ്ങൾക്ക് ചെറിയ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി. 3 മാസം അപ്പുചേട്ടന് ബെഡ് റെസ്റ്റാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ വീട്ടിലിങ്ങനെ ഇരിക്കണേ, കുഞ്ഞുള്ളതുകൊണ്ട് മാത്രമാണ്, അവളുടെ പുറകെ പോകുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്ത് വെച്ച വീഡിയോ എഡിറ്റ് ചെയ്തിടാനൊക്കെ എനിക്ക് അതിനുള്ള സമയങ്ങൾ വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഓരോ വീഡിയോ ഇടുമ്പോഴും ലാഗായി പോകുന്നത്. എനിക്ക് കറക്റ്റായി വീഡിയോ ഇടണം. കാരണം ഞാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ്. ഒരുപാട് വർഷത്തിന് മുമ്പ് എനിക്ക് യൂട്യൂബ് തുടങ്ങണം വിചാരിച്ചിട്ട് ഓരോ കാരണങ്ങൾ തുടങ്ങിയാൽ ശരിയാവുമോ, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ, ഞാനിടുന്ന വീഡിയോ നന്നായിരിക്കുമോ, അവരെന്ത് കണ്ട് എന്ത് വിചാരിക്കും, അങ്ങനെ കുറേ തോന്നലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളാണ് നമ്മളെ മാറ്റുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ കരഞ്ഞ് ഇതാണ് സ്വഭാവമായിരുന്നു കേട്ടോ. ഇപ്പോൾ അങ്ങനെയല്ല, എന്ത് വന്നാലും തിരിച്ച് മറുപടി പറയാനും എല്ലാത്തിനുള്ളൊരു ധൈര്യം എനിക്ക് കിട്ടിയപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മളതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കിട്ടി കേട്ടോ. കാരണം ഒരുപാട് ഞങ്ങൾ രണ്ടുപേരും തന്നെ കേട്ടോ, ഒരുപാട് ചെറുപ്പത്തിലാണെങ്കിലും കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് കുറേ പേരിൻ്റെ ഇതൊക്കെ കേട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ മുന്നോട്ട് പോയിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അത്യാവശ്യം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അത്യാവശ്യം നല്ല മനോഗതി ധൈര്യമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് പ്രതികരിക്കാനുള്ള ഒരു ധൈര്യമൊക്കെ ഇപ്പോൾ വരാൻ തുടങ്ങി. എന്നാലും ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പറയാതെ അത്ര നമുക്കതൊരു മോശമാണ് തോന്നി അതിന് പ്രതികരിക്കാനുള്ളതൊക്കെ തോന്നി. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ എന്തെങ്കിലും ചെറിയൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ അപ്പോഴേക്കും ഒരു വീർത്തിരിക്കുന്ന ഒരു വലിയ കാറ്റുമില്ല, അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ എൻ്റെ അവസ്ഥ. പക്ഷെ ഇപ്പൊക്കെ ഞാൻ വളരെ വളരെ ബെറ്ററായിട്ട് ഇപ്പം അങ്ങനെയൊന്നുമില്ല. ആരും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമ്മുടെ ജീവിതം നമ്മുടെ ഇഷ്ടമുള്ള പോലെ നമ്മൾ ജീവിച്ച് തീർക്കുക. എല്ലാവർക്കും ലിമിറ്റഡ് ആയിരിക്കുമല്ലോ സമയം പറയണത്, എത്ര നാൾ നമുക്ക് ആയുസ് ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ആർക്കും ഉപദ്രവം ഇല്ലാണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട പോലെ ചെയ്ത് ജീവിക്കുക.
എന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അവരെന്ത് പറയും ഇവരെന്ത് പറയും അങ്ങനെയൊന്നുമില്ല. പണ്ടാണെങ്കിലും വണ്ണം എനിക്ക് അത്ര വണ്ണം ഇപ്പോഴും അത്ര വണ്ണമുള്ള ആളൊന്നുമല്ല കേട്ടോ. എവിടെ ഒരു പരിപാടിക്ക് പോയാലും പറയും ഈ കൊച്ചെന്ത് ഇത്ര മെലിഞ്ഞിരിക്കുന്നത്, എന്താ കഴിക്കണില്ലേ, ഇതെന്താ കഴിക്കൊന്നും കൊടുക്കണില്ലേ, എല്ലാ പ്രാവശ്യവും പറയും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ എല്ലാ സ്ഥലത്തും എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും വീട്ടുകാർ എവിടെ നിന്നാണെങ്കിലും നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എല്ലാവരും ചോദിക്കും എന്താ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കണം, കഴിക്കൂലേ, കഴിക്കാണ്ടാണോ അങ്ങനെയാണ്. ചിലപ്പോൾ നമ്മൾക്കത് നമ്മളുടെ കാരണം കൊണ്ടായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് വണ്ണം വെക്കാത്തത്. അതൊക്കെ നമുക്ക് ഹേർട്ടാവും. അപ്പോൾ ഞാൻ പഠിച്ചപ്പോൾ ആരെന്താ പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. അവർ പറയുന്നതിൻ്റെ പുറകെ പോകാൻ നിന്നതിന് അതിനെ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റാവുന്ന പോലെ നമുക്ക് നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടുപിടിക്കുക. നമ്മുടെ കയ്യിലാണ് നമ്മുടെ സന്തോഷം. മറ്റുള്ളവർ നമ്മൾ എത്രത്തോളം ചവിട്ടി താത്താൻ നോക്കിയാലും നമ്മളതിൽ വീഴാണ്ടിരിക്കുക എന്നുള്ള. അവരങ്ങനെ പറഞ്ഞു, ശരിയല്ലേ, നമ്മളെന്തിനാ എതിർത്ത് പറയാൻ നിൽക്കണ്ട, നമുക്ക് ആ സമയത്ത് ഓക്കെ അത്രേ ഉള്ളൂ. അവർക്കൊരു സമാധാനം പറഞ്ഞു കഴിയുമ്പോൾ അത് കേട്ട് നമ്മൾ നമ്മുടെ സമാധാനം കളയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അങ്ങനത്തെ ഒരു മൈൻഡൊക്കെ ഇപ്പോൾ വന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എത്രത്തോളം പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുമോ അത്രത്തോളം പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ എല്ലാവരും അതേപോലെയൊക്കെ ഇരിക്കുക. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും, അതെങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ നോക്കുക, തളരാണ്ടിരിക്കുക. എത്രയോ നമ്മൾ കഷ്ടപ്പെടണോ അതിനുള്ളൊരു ഫലം നമ്മൾ ഇപ്പോൾ കഷ്ടപ്പെടാനുള്ള എപ്പോഴായാലും നമുക്ക് ഒരാൾക്കൊരു നല്ല സമയം ഉണ്ടെങ്കിൽ ഒരാൾക്കൊരു ചീത്ത സമയം ഉണ്ടാവും പറയണ പോലെ നമ്മളിപ്പോൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടോ, നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ പിന്നീട് നമുക്ക് എന്തായാലും അതനുസരിച്ച് ദൈവം നമുക്ക് നല്ലൊരു സമയം തരും. നമ്മൾ താത്തി പറഞ്ഞവരുടെ മുമ്പിൽ നമുക്ക് നേരെ നിൽക്കാനുള്ളൊരു ഇതൊക്കെ വരുന്നുള്ള വിശ്വാസത്തോടുകൂടി ജീവിക്കുക. പ്രതീക്ഷയാണല്ലോ ജീവിതം. പ്രതീക്ഷിക്കുക, പിന്നെ അതനുസരിച്ച് കഷ്ടപ്പെടുക, പിന്നെ നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടുപിടിക്കുക. പൈസ ഉണ്ടോ പൈസ ഇല്ല എന്നുള്ളതല്ല നമ്മുടെ സന്തോഷം. 3 നേരം ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നുണ്ടോ, കിടന്നുറങ്ങാനൊരു സ്ഥലം ഉണ്ടോ, അത്രമാത്രം നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നീടുള്ളതൊക്കെ വന്നോളും. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ട്, നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുക. തടസ്സങ്ങളുണ്ടാവും, തടസ്സങ്ങളില്ലാത്ത ജീവിതം ഉണ്ടാവില്ല. അപ്പം അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ചെറിയൊരു ഹെയറിൻ്റെ കാര്യം മെയിനായിട്ട് കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്ന ഒരു കാര്യം പറയാൻ വേണ്ടി തുടങ്ങിയ വീഡിയോ ആണ് കേട്ടോ. പറഞ്ഞ് എവിടേക്കോ എത്തി. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ. എല്ലാവരും സുഖമായിട്ടിരിക്കുക.